ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ ഇഷ്ടവിശേഷമായ അഡ്വക്കേറ്റ് അഞ്ജലിയുടെ ഒരു അടിപൊളി വിശേഷമായിട്ടാണ് വന്നിരിക്കുന്നത്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ വിശേഷത്തിലേക്ക് പോകാം. തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത് അഞ്ജലിയും അർജുനോടെ ഇതേണ്ട സമൂഹ വിവാഹം നടക്കുന്ന ആ പന്തലിലേക്ക് കയറി ചെല്ലുകയാണ്. അപ്പോൾ പുറകെ ഇവന്മാരും തെറിച്ചെന്നു കേട്ടോ. പക്ഷെ ഇവന്മാരെ കാണാതെ ഈ ആൾക്കൂട്ടത്തിനിടയിൽ കൂടെ ഇവർ രണ്ടുപേരൂടി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. ഇനിയിപ്പോൾ എന്ത് ചെയ്യും എന്നറിയാതെ. അപ്പോൾ ഇവര് അവിടെ നിന്ന് തപ്പുകയാണ് കേട്ടോ. ഇനിയിപ്പോൾ ഇതിനിടയ്ക്ക് വല്ലതും ഉണ്ടാവുമോ എന്നിങ്ങനെ ചോദിച്ച്. തൽക്കാലം നമ്മൾ ഇതിനകത്ത് തുടരുന്നത് തന്നെയാണ് സേഫ്. അല്ല, അപ്പോൾ നമ്മളിപ്പോൾ ഇനി എന്ത് ചെയ്യും എന്നിങ്ങനെ ചോദിക്കുകയാണ്. തൽക്കാലം ഒന്നും ചെയ്യണ്ട, ഇവിടെ ഒരുപാട് പേര് നിൽക്കുന്നുണ്ടല്ലേ. ഈ ആൾക്കൂട്ടത്തിൽ നമ്മളെ കണ്ടുപിടിക്കുക എന്നുള്ളത് ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. അതുകൊണ്ട് ബാ, നമുക്ക് ഇവിടെ തന്നെ നിൽക്കാം എന്ന് അഞ്ജലിയോട് ഇങ്ങനെ പറയാണ്. അപ്പോൾ വേഗം തന്നെ വേണ്ട അവിടെ ഒരാൾ നിൽപ്പോട്ടെ, ആളുടെ ഫോൺ ഇങ്ങനെ ബെല്ലടിക്കുകയാണ് കേട്ടോ. അപ്പോൾ നേരെ ഫോൺ ഇങ്ങനെ എടുത്തു. ഹലോ, ഇല്ല, കായംകുളത്ത് നിന്ന് എത്തുന്ന കപ്പിൾസ് ഇതുവരെയും എത്തിയിട്ടില്ല. ബാക്കി എല്ലാ കാര്യങ്ങളും ഇവിടെ ഓക്കെയാണ്. അവര് ഉടൻ തന്നെ എത്തുമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ എന്നൊക്കെ ഇങ്ങനെ രാഷ്ട്രീയക്കാരൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ. ഇതൊക്കെ ഒരു അഡ്ജസ്റ്റ്മെന്റ് അല്ലേ ആശാനെ? പിന്നെ ശരിക്കും പറഞ്ഞാൽ കപ്പിൾസ് നേരത്തെ കെട്ടിയവരാ. പിന്നെ നമ്മൾ പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് ഒന്ന് എന്താ പറയുക, അല്പ സ്വല്പ സ്വർണവും പണവും ഒക്കെ നൽകി നമ്മൾ അങ്ങ് കെട്ടിക്കും, അത്ര തന്നെ എന്നിങ്ങനെ ചോദിക്കാം. ആരും വന്നവരുടെ ജാതകമൊന്നും അന്വേഷിക്കാൻ പോണില്ലല്ലോ. അതാണ് ആകെ ഒരു ധൈര്യം എന്ന് പറയണതേ. അപ്പം ഇയാള് ആരോടാണ് ഇങ്ങനെ സംസാരിക്കുകയാണ് കേട്ടോ. അതെ, കുറുപ്പ് സാർ ഇതുവരെ എത്തിയിട്ടില്ല. സാർ എന്നെയല്ലേ ഈ കാര്യങ്ങളൊക്കെ ഏൽപ്പിച്ചിരിക്കുന്നത്. ഈ മനം പോലെ മാംഗല്യം സമൂഹ വിവാഹത്തിൽ ഇന്ന് ഈ ഗംഗൻ കുരിശ്ശേരിയുടെ കാർമ്മികത്വത്തിൽ നടന്നിരിക്കും. അപ്പം അതേന്നെ. അപ്പൊ ഇങ്ങനെ കുരിശ്ശേരി നോക്കുമ്പോൾ അഞ്ജലിനെയും നമ്മുടെ അർജുനും അവിടെ നിൽക്കുന്നത് ഇങ്ങനെ കാണുകയാണ് കേട്ടോ. അപ്പൊ ഇയാൾക്ക് എന്നാ ശരിയേ, അപ്പൊ വിളിക്കാവേ എന്ന് പറഞ്ഞു. അപ്പൊ ഇയാൾ ഓർത്തത് കായംകുളത്തുനിന്ന് വന്ന കപ്പിൾസ് ആണ് എന്നാണ് ഇയാൾ വിചാരിച്ചത്. ഇയാൾ വേഗം തന്നെ അഞ്ജലിയുടെയും അർജുന്റെയും അടുത്തേക്ക് ചെല്ലുകയാണ്. അതെ, അപ്പൊ ഗുണ്ടകൾ പുറത്തു നിന്നിട്ട് അതെ അവരിവിടെ എവിടെയോ ഉണ്ട്, നമ്മൾ കുറച്ചു നേരം വെയിറ്റ് ചെയ്ത് കണ്ടുപിടിച്ചേ പറ്റൂ, എല്ലായിടത്തും നമുക്ക് നോക്കാം എന്ന് പറഞ്ഞ് അവന്മാരും ആ വാതിക്കൽ തന്നെ ഇങ്ങനെ നിൽക്കുകയാണ് ഇവരെ വെയിറ്റ് ചെയ്ത്. അപ്പൊ ഈ കുരിശ്ശേരി അങ്ങോട്ടേക്ക് ചെന്നിട്ട് നിങ്ങൾ ഇവിടെ വന്ന് നിൽക്കാണോ? അല്ല, അപ്പൊ ഇവര് അതിശയത്തോടെ എന്താ നിങ്ങളിങ്ങനെ ചുറ്റും നോക്കി പരിങ്ങി നിൽക്കുന്നത് എന്നിങ്ങനെ ചോദിച്ചു. കായംകുളത്ത് നിന്ന് ശശാങ്കം പറഞ്ഞിട്ട് വന്ന കപ്പിൾസ് അല്ലേ നിങ്ങൾ എന്നിങ്ങനെ ചോദിക്കാം. എന്ന് പറഞ്ഞ അവസാനം തലയാട്ടി. എന്നിട്ടാണോ ഇവിടെ നിന്ന് ചുറ്റിത്തരുന്നത്? മുഹൂർത്തത്തിന് സമയമായി, നിങ്ങൾ വേഗം അകത്ത് ചെന്ന് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് വരാൻ നോക്ക്. ഇപ്പൊ ഇതേ സമയമായിന്നേ. എടാ സുന്ദര, നീ ഇപ്പൊ അവരെ കൊണ്ടേ ഗ്രീൻ റൂം കാണിച്ചു കൊടുക്ക്. മേക്കപ്പും ഡ്രസ്സും ഒക്കെ അവർ ചെയ്തിട്ട് വരട്ടെ. ശരി, എടാ കിഴങ്ങണക്ക് നിൽക്കാതെ അവരെ കൂട്ടിക്കൊണ്ടു പോ. നിങ്ങൾ ചെല്ല് മോളെ. വാ അനിയ ചെല്ല് എന്നൊക്കെ പറഞ്ഞ് ഇവരെ നിർബന്ധിച്ച് റെഡിയാകാനായിട്ട് ഈ കുരിശ്ശേരിയും നമ്മുടെ ബാക്കിയുള്ള സുന്ദരനും ഒക്കെ കൂടി അകത്തേക്ക് കൂട്ടിക്കൊണ്ട് പോവാണ്. വേറെ നിവർത്തിയില്ല ഇവർക്ക്. നിങ്ങളൊന്ന് വേഗം ചെന്നേ, എനിക്കാണെങ്കിൽ 100 കൂട്ടം പണി ഇവിടെ ഉള്ളതാ എന്ന് പറഞ്ഞ് സുന്ദരൻ. അതെ, ഇനി നിങ്ങൾ വൈകിയാല് ഗംഗേട്ടന്റെ വായിലിരിക്കുന്നത് മുഴുവൻ ഞാൻ കേൾക്കേണ്ടി വരും. അത് തൽക്കാലം നമുക്ക് ഇയാൾ പറയുന്ന പോലെ ചെയ്യാം. ഇനി ഇവിടെ നിൽക്കുന്നത് അത്ര സേഫ് അല്ല. ഇതിനകത്ത് കയറിയ വധൂവരന്മാർക്ക് പെട്ടെന്ന് പ്രത്യേകം മേക്കപ്പ് റൂമുണ്ട്, ഡ്രസ്സ് ചെയ്യാനുള്ള സ്ഥലവും ഉണ്ട്. വേഗം ചെന്ന് ഡ്രസ്സൊക്കെ മാറി വരാൻ നോക്ക് എന്ന് പറഞ്ഞു. ഒന്ന് വേഗം ആവട്ടെ. അവസാനം വേറെ നിവൃത്തിയൊന്നുമില്ല. ഇവന്മാരുടെ കയ്യിൽ പെടാതിരിക്കാൻ അഞ്ജലിയെയും കൂട്ടിക്കൊണ്ട് അർജുൻ നേരെ അകത്തേക്ക് കയറി പോവാണ് കേട്ടോ. അപ്പൊ ഇവന്മാരിങ്ങനെ പുറത്ത് വെയിറ്റ് ചെയ്തും നിൽക്കുകയാണ്. പിന്നെ കാണുന്നത് നമ്മുടെ ശംഖുചക്രത്തിലാണ്. അപ്പൊ തേണ്ട കല്യാണപ്പട എല്ലാം കഴിഞ്ഞ ശേഷം രാഘവനുണ്ണിയും ഗ്യാങ്ങും എല്ലാം കൂടി ഇതേ ശംഖുചക്രത്തിലേക്ക് തിരിച്ചെത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇതേ അമ്മയും അതുപോലെ തന്നെ ബാക്കി എല്ലാവരും രമ്യയും ഗോവിന്ദനും ഒക്കെ അവിടെ ഇരിപ്പുണ്ട്. അവരെയൊന്നും അറിയിക്കാതാണല്ലോ കല്യാണം നടത്താനായിട്ട് പോയത്. വന്നപടി തന്നെ ചാടി തുള്ളി ചവിട്ടി ദേഷ്യപ്പെട്ട രാഘവനുണ്ണി അങ്ങോട്ടേക്ക് ചെല്ലുകയാണ് കേട്ടോ. അപ്പൊ എന്തോ പന്തികേടുണ്ട് എന്നിവർക്ക് എല്ലാവർക്കും മനസ്സിലായി. പുറകെ അനുപമയും അതുപോലെ തന്നെ ഇന്ദുവും നന്ദിനിയും ഒക്കെ കൂടി വരുന്നുമുണ്ട്. എല്ലാവരുടെയും മുഖം വളരെ ഭീകരാന്തരീക്ഷത്തിൽ. അപ്പൊ കാര്യങ്ങൾ എന്തോ പന്തികേടാണ് എന്ന് ഇവർക്ക് എല്ലാവർക്കും മനസ്സിലായി. ഗോവിന്ദനുണ്ണിയൊക്കെ വന്ന് ഇങ്ങനെ നോക്കുമ്പോൾ ഗ്ലാസ്സിൽ ജഗ്ഗിന്ന് വെള്ളം ഒഴിച്ച് ഗ്ലാസ് വലിച്ചു കുടിക്കുകയാണ്. അതായത് ഗ്ലാസ് സഹിതം തിന്നുന്ന അവസ്ഥയിലാണ് രാഘവനുണ്ണി നിൽക്കുന്നത്. അവസാനം നന്ദിനി അടുത്ത് ചെന്നിട്ട് വേഗം രാഘവേട്ട എന്നൊരു വിളി. പിന്നെ പറയണ്ടല്ലോ, കയ്യിലിരുന്ന ഗ്ലാസ് എടുത്ത ഒരു ഒറ്റ എയറാണ്. എയറ് ഞങ്ങൾ തകർത്തു. എന്നിട്ട് ഇങ്ങനെ അപ്പം എല്ലാവരും ആകെ ഞെട്ടി തരിച്ചിങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. ഇതെന്താ സംഭവം? മിണ്ടരുത്, ഒരക്ഷരം മിണ്ടരുത് ആരും എന്ന് പറഞ്ഞുകൊണ്ടാണ് രാഘവനുണ്ണി അലറി വിളിക്കുന്നത്. അപ്പം ഇന്ന് ഞാൻ നേരിട്ട അപമാനത്തിന് നിങ്ങൾ ഓരോരുത്തരും കാരണക്കാരാ. നിങ്ങൾക്കാർക്കും മാപ്പില്ല
ആർക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് രാഘവനുണ്ണിയുടെ നിൽപ്പ്. അപ്പൊ ഇവരെല്ലാവരും ഇങ്ങനെ നിൽക്കണം. അത് പിന്നെ രാഘവേട്ട, അവനിങ്ങനെ നമ്മളിങ്ങനെ നാണം കെടുത്തി ഇറങ്ങിപ്പോകുന്ന ആരെങ്കിലും കരുതിയതാണോ? മിണ്ടരുത് എന്ന് പറഞ്ഞു. പിന്നെയും വിട്ടു. അപ്പൊ ഗോവിന്ദൻ പറയാണ്, നമ്മുടെ ചെറുക്കൻ വെള്ളിയേട്ടനെ തേച്ചിട്ട് സ്ഥലം വിട്ടെന്നാ തോന്നുന്നത്, അതിന്റെ കുരുപൊട്ടല ഈ കാണുന്നത് എന്ന് രമ്യയോട് ഇങ്ങനെ പറയാ. ഒന്ന് മിണ്ടാതിരി. എന്റെ വാക്കിന് അല്ലെങ്കിൽ വില കൽപ്പിക്കാതെ ശംഖുചക്രൻ തറവാടിന് അഭിമാനത്തിനും അന്തസ്സിനും ശക്കലം പോലും വില കൽപ്പിക്കാതെ കല്യാണ മണ്ഡപത്തിൽ നിന്ന് ഇറങ്ങിപ്പോയ അവനുണ്ടല്ലോ, ആ തെമ്മാടി, അവനെ ഇനി എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് എനിക്ക് നന്നായി അറിയാം. അത് ചെയ്യും ഞാൻ എന്നൊക്കെ പറഞ്ഞ് അമറി വിളിക്കുന്ന പോലെയാണ് രാഘവനുണ്ണിയുടെ നിൽപ്പ്. ഈശ്വര. അപ്പൊ അനുപമ, ഇത് ദേഷ്യത്തിലെങ്ങാനും അർജുനെ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കിയ അടുത്ത നിമിഷം അഞ്ജലിയും കെട്ടി അവൻ ഉറപ്പായിട്ടും ഈ വീട്ടിലേക്ക് കയറി വരും. പിന്നെ ഞാൻ ഈ വീടിന്റെ പടിക്ക് പുറത്താ എന്നേക്കുമായി. ഇല്ല, ഞാൻ എന്ത് വന്നാലും അത് ഞാൻ സമ്മതിക്കാൻ വിടില്ല എന്ന് അനുപമ ഇങ്ങനെ പിറുപുറത്തോടെ നിൽക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും മുകുന്ദനും അങ്ങോട്ടേക്ക് ഇറങ്ങി വന്നു. ഈ ഒച്ചയും ശബ്ദവും ബഹളവും ഒക്കെ കേട്ടോണ്ട്. അപ്പൊ ഇതൊക്കെ കണ്ടിട്ട് എല്ലാവർക്കും കലിപ്പിലാണ് ഇങ്ങനെ നിൽക്കുന്നത്. അപ്പൊ നോക്കുമ്പോൾ ആ ഹോളിൽ തന്നെ അർജുന്റെ ഒരു ഫോട്ടോ ഇങ്ങനെ ചുമ്മാ വെച്ചിട്ടുണ്ടായിരുന്നു സൈഡില്. അപ്പം നേരെ ചെന്ന് കലി തീരുന്നില്ലല്ലോ, വേഗം തന്നെ ആ ഫോട്ടോ ഇങ്ങനെ എടുക്കുകയാണ്. ഫോട്ടോ ഇങ്ങനെ കയ്യിലേക്ക് എടുത്തിട്ട് ഇവനെ ഞാൻ എന്ന് പറഞ്ഞുകൊണ്ട് ദേഷ്യത്തിലാണ്. തറവാടിന്റെ മാനം കപ്പലേറ്റിട്ട് നിന്ന് ചിരിക്കുന്ന കണ്ടില്ലേ അവൻ, റാസ്കൽ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഫോട്ടോ എടുത്ത് താഴേക്ക് എറിഞ്ഞങ്ങോട്ട് ഓട്ടച്ചു. എന്നിട്ട് തുഴണ്ട് തൊപ്പുകൂടെ തൊപ്പി. എല്ലാവരും വാപൊത്തി നിൽക്കുകയാണ്. ഇത് എന്താ ഈ കാണിക്കുന്നത് എന്ന് ഓർത്തിട്ട്, എന്തൊക്കെയാ ഈ അഭ്യാസമാണ് രാഘവനുണ്ണിയുടെ വക. എല്ലാവരും ആകെ സ്റ്റക്കായി പേടിച്ചു പോലെയൊക്കെയാണ് നിൽക്കുന്നത്. ബാക്കി എല്ലാവരുടെയും അവസ്ഥ എല്ലാവരും പെട്ടു. അപ്പം നേരെ അനുപമയുടെ നേരെ ചെല്ലുകയാണ് കേട്ടോ. നേരെ ചെന്നു. രാഘവനുണ്ണിയുടെ പ്രവൃത്തിയും പെർഫോമൻസും ഒക്കെ കണ്ടിട്ട്, അതെ, അവൻ മറ്റൊരു പെണ്ണിന്റെ പിന്നാലെ ചുറ്റുന്ന കാര്യം നിനക്ക് നന്നായി അറിയാം, എന്താ ശരിയല്ലേ? എന്നിട്ടും നീ എന്തിനാ എന്നിൽ നിന്നത് മറച്ചു വെച്ചു എന്ന് രാഘവനുണ്ണി അനുപമയോട് ചോദിക്കുക. അല്ല, അത് പിന്നെ അങ്കിൾ എന്ന് പറയണം. ആരാണ് അവൾ? അവളെ കെട്ടാൻ മോഹിച്ചിട്ടായിരിക്കുമല്ലോ അവൻ സ്വന്തം തന്തയുടെ നെഞ്ചത്ത് ചവിട്ടിട്ടുകൊണ്ട് ആ പന്തലിൽ നിന്ന് ഇറങ്ങി ഓടിയിരിക്കുന്നത്. പറ, അതുകൊണ്ട് ആ ത്രിപുര സുന്ദരി ആരാണെന്ന് രാഘവനുണ്ണിക്ക് അറിഞ്ഞേ തീരൂ. അല്ല അങ്കിളെ, അത് അർജുൻ ഏതോ ഒരു പെങ്കൊച്ചിന് ഒരു ക്രഷ് ഉണ്ട് എന്നെനിക്കറിയാമായിരുന്നു. അതിപ്പോ പ്രായം അതല്ലേ, അല്ലാതെ അങ്ങനെ സീരിയസ് ബന്ധമുള്ളതായിട്ടൊന്നും എനിക്കറിയില്ലായിരുന്നു കേട്ടോ അങ്കിളെ എന്നിങ്ങനെ പറഞ്ഞു. എന്നിങ്ങനെ വെക്കാണ്. അപ്പൊ രാഘവനുണ്ണി, അല്ല, അന്നൊരിക്കല് കാവ്യയും അക്കാര്യം എന്നോട് സൂചിപ്പിച്ചിരുന്നു. അതറിഞ്ഞപ്പോഴാ ഞാൻ അങ്കിളിനോട് അർജുന്റെയും കാവ്യയുടെയും കല്യാണം എത്രയും വേഗം നടത്തണം എന്ന് ഞാൻ അങ്കിളിനോട് സംസാരിക്കുകയും ചെയ്തത്. അല്ലാതെ എനിക്കറിയില്ല. പക്ഷെ അതിപ്പോ ഇങ്ങനെയൊരു കുരുക്കായി മാറുമെന്ന് ഞങ്ങൾ ആരും കരുതിയില്ല അങ്കിളെ എന്നിങ്ങനെ പറയാം. അപ്പൊ മുകുന്ദൻ, വല്യേട്ടനെ എന്ത് ചെയ്താലും ഞാൻ ന്യായീകരിക്കുന്ന ആളാ. അത് ഈ കുടുംബത്തിന് നന്മയ്ക്കും അഭിവൃദ്ധിക്കും വേണ്ടിയാണെന്ന് ഒരു വിശ്വാസവും എനിക്കുണ്ട്. അതുകൊണ്ടാ വല്യേട്ടനെ ഞാൻ സപ്പോർട്ട് ചെയ്തത്. പക്ഷെ ഇത് എന്ന് പറഞ്ഞു, ഇതിനോടെന്തോ എനിക്ക് യോജിക്കാനാവുന്നില്ല എന്ന് പറഞ്ഞു മുകുന്ദൻ. അപ്പം മുകുന്ദന്റെ പറച്ചിൽ കേട്ട് ഇവരെല്ലാം പേടിച്ചു. എന്തായിരിക്കും അവസ്ഥ എന്ന് മുകുന്ദനോട് അഭിപ്രായം ചോദിച്ചില്ല ആരും. ചോദിക്കാതെയും പറയാം, അതെ, ഇതൊരു കുടുംബ കാര്യമാണ് നടന്നിരിക്കുന്നത്. ആ സ്ഥിതിക്ക് പിന്നെ ഒരു കാര്യം കൂടി എനിക്ക് പറയാതിരിക്കാൻ പറ്റില്ലേട്ടാ എന്നിങ്ങനെ പറയാണ്. അതെ, ഒരു വീട്ടിൽ കല്യാണം നടക്കുമ്പോൾ അത് മറ്റാരോട് പറഞ്ഞില്ലെങ്കിലും കുറഞ്ഞ പക്ഷം കല്യാണ പയ്യനോടെങ്കിലും ഒന്ന് പറയേണ്ടതായിരുന്നു. അറ്റ്ലീസ്റ്റ് അതെങ്കിലും ചെയ്യേണ്ടതായിരുന്നു എന്ന് മുകുന്ദന്റെ അഭിപ്രായം പറയുകയാണോ മുകുന്ദൻ. അതാണ് അതിന്റെ ഒരു സാമാന്യ മര്യാദ എന്ന് പറയുന്നത്. അതുപോലും ഏട്ടൻ ചെയ്തിട്ടില്ല. അർജുന്റെ കാര്യത്തിൽ വലിയേട്ടൻ അത് ചെയ്യാത്തത് അല്ലെങ്കിൽ ചെയ്തില്ല, അതാണ് അഭിപ്രായം. അതെ, സഹോദരങ്ങൾക്ക് കോടികൾ ഉണ്ടാക്കി അഭിപ്രായ ഐക്യം ഉണ്ടാക്കേണ്ട കാര്യം രാഘവനുണ്ണിക്ക് ഇല്ലെങ്കിലോ? അപ്പൊ ഇവിടെ എന്തോ അതേത് വകുപ്പിലാ മനസ്സിലായില്ലല്ലോ എന്ന് ഗോവിന്ദൻ. നിങ്ങളൊന്നും മിണ്ടാതിരി മനുഷ്യ എന്ന് പറഞ്ഞ രമ്യ. ഏതായാലും ഈ കാര്യത്തിൽ ആരുടെയും അഭിപ്രായമോ ഔദാര്യമോ രാഘവനുണ്ണിക്ക് ആവശ്യമില്ല എങ്കിൽ അപ്പം ഇവിടെ ഇനി എന്തു ചെയ്യണം എന്ന് എനിക്കറിയാം. ഞാൻ അത് തന്നെയാ ചെയ്യാൻ പോകുന്നത് എന്ന് പറഞ്ഞ് വീണ്ടും രാഘവനുണ്ണി ഇങ്ങനെ നിൽക്കണം.
അടുത്ത പുറപ്പാടിനാണെന്ന് മനസ്സിലായി. അപ്പോൾ അമ്മ അങ്ങോട്ടേക്ക് കയറി വന്നു. അമ്മ കയറി വന്നിട്ട്, അതെ രാഘവ, നിന്റെ കുഴപ്പം എന്താണെന്നറിയോ? നിന്റെ കുഴപ്പം മുകുന്ദൻ പറഞ്ഞതുപോലെ അർജുനോട് പോലും ഒരു വാക്ക് ചോദിക്കാതെ അവന്റെ കല്യാണം സൂത്രത്തിൽ അങ്ങ് നടത്താൻ ശ്രമിച്ചത് ഏറ്റവും വലിയ തെറ്റ് തന്നെയാടാ എന്ന് പറഞ്ഞു. അത് ചോദിക്കാൻ വന്ന മുകുന്ദന്റെ നേരെ നീ തട്ടിക്കയറുക ചെയ്തത്. സ്വാഭാവികമായിട്ടും അർജുൻ റിയാക്ട് ചെയ്ത് കാണും, അത്ര മാത്രമേ സംഭവിച്ചിട്ടുള്ളൂ. അതെ അതെ എന്ന് പറഞ്ഞു ഗോവിന്ദൻ. ഒന്നുമില്ലെങ്കിലും അവൻ ചോരത്തറപ്പുള്ള ഒരു ചെറുപ്പക്കാരനല്ലേ, ആ വകതിരിവില്ലാതെ പോയതാണ് ഏട്ടന് പറ്റിയ ആദ്യത്തെ അബദ്ധം. അത് ചൂണ്ടിക്കാണിച്ച അമ്മയോടും മുകുന്ദനോടും തർക്കിക്കാൻ നിൽക്കുന്നതാണ് അടുത്ത അബദ്ധം. അതുകൊണ്ട് ദേ ഒരു കാര്യം ഞാൻ അങ്ങ് പറഞ്ഞേക്കാം എന്ന് പറയണം. അപ്പൊ ഗോവിന്ദൻ മിണ്ടാതെ നിന്നു കേട്ടോ കുറച്ചു നേരം. അതെ, ചുരുക്കത്തിൽ രാഘവേട്ടന്റെ ജീവിതം ഒരു അബദ്ധങ്ങളുടെ ഘോഷയാത്രയായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണെന്ന് ഞാൻ പറയും. എന്താണെങ്കിലും അത് അങ്ങനെ തന്നെ ആയിരിക്കും തോന്നുന്നു. ദേ ഏട്ടൻ ഇനിയെങ്കിലും അതൊന്ന് തിരിച്ചറിയണം പ്ലീസ്. അബദ്ധങ്ങളുടെ ഘോഷയാത്രയ്ക്ക് തുടക്കം കുറിച്ചത് ഞാനല്ല, അർജുൻ. അവനാണ് തുടക്കം കുറിച്ചിരിക്കുന്നത്. എങ്കിൽ നിങ്ങൾക്കാർക്കും ആ കുറിപ്പിനെ ശരിക്കും അറിയില്ല. അയാളുടെ ഒരു മുഖം മാത്രമേ നിങ്ങളിൽ പലരും കണ്ടിട്ടുള്ളൂ. പക്ഷെ എനിക്ക് അയാളെ നന്നായി അറിയാം. 1 2 കൊല്ലമല്ല, 35 കൊല്ലമായിട്ട് ഞാൻ അയാളെ അടുത്തറിയുന്ന ആളാ. ആ സ്ഥിതിക്ക് ദേ അയാൾ എന്തു ചെയ്യുമെന്ന് എനിക്ക് തന്നെ ഒരു നിശ്ചയമില്ല. കുറുപ്പ് അയാളുടെ മകൾക്ക് വേണ്ടിയിട്ട് ഒരുക്കിയിരുന്ന ആ കല്യാണ പന്തലിൽ നിന്നാണ് അർജുൻ ചാടിപ്പോയിരിക്കുന്നത്. ദേ അയാൾക്കുണ്ടാക്കിയ അപമാനത്തോട് അയാൾ എങ്ങനെ റിയാക്ട് ചെയ്യുമെന്ന് നമ്മൾക്കാർക്കും ചിന്തിക്കാൻ പോലും ചിലപ്പോൾ സാധിച്ചു എന്ന് വരില്ല എന്ന് പറഞ്ഞു. വേണമെങ്കിൽ അയാൾ തോക്കെടുക്കും, അവനെ കൊല്ലാൻ എന്ന് പറഞ്ഞു. അയ്യോ എന്ന് പറഞ്ഞ എല്ലാവരും, നന്ദിനിയും ഇന്ദു ഒക്കെ ഒന്ന് പേടിച്ചു പോയി കേട്ടോ. പെട്ടെന്ന് എന്ത് ചെയ്യും എന്നറിയാതെ. അതുകൊണ്ട് എൻ്റെ മകന്റെ മരണം കുറുപ്പിന്റെ കൈകൊണ്ട് ആവരുതെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. അതുകൊണ്ട് ഇവിടെ വന്ന് ന്യായീകരണ സിദ്ധാന്തം വിളമ്പുന്ന ആരും അത്തരം ഇതിനെ പറ്റി ചിന്തിക്കുന്നില്ല. ചിന്തിച്ചിട്ട് കാര്യമില്ലെന്നും എനിക്കറിയാം. അത്രയ്ക്ക് അപകടകാരിയാണ് കുറുപ്പ്. ഡെഡ്ലി ഡേഞ്ചറസ് പേഴ്സൺ. മനസ്സിലായില്ലല്ലേ എല്ലാവർക്കും എന്ന് ചോദിച്ചു. അപ്പൊ എല്ലാവരും പരസ്പരം ഇങ്ങനെ മുഖത്തോട് മുഖം നോക്കുകയാണ് കുറുപ്പിനെ ഓർത്ത്. അതുകൊണ്ട് തൽക്കാലം അർജുനെ ഈ വീട്ടിൽ നിന്ന് മാറ്റി നിർത്താൻ തന്നെയാണ് എൻ്റെ തീരുമാനം. അതാണ് നല്ലത്. അതൊരു പക്ഷേ കുറുപ്പിനുള്ള രോഷം ചിലപ്പം കുറച്ചെങ്കിലും ശമിപ്പിക്കാൻ ഒരു ചാൻസ് ഉണ്ട്. കാര്യങ്ങളൊക്കെ ഒന്ന് കൂളാവട്ടെ, അത് കഴിഞ്ഞിട്ട് മതി എന്തു ചെയ്യണം എന്ന് നമ്മൾ ഇനി ആലോചിക്കുന്നത്. പക്ഷെ അതിലൊരു കുഴപ്പമുണ്ടങ്ങളെ എന്ന് അനുപമ ഇങ്ങനെ പറയാണ്. അങ്ങളെ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? മറ്റൊന്നുമല്ല, അങ്കിൾ ഇപ്പൊ ഇവിടെ ഈ വീട്ടിൽ നിന്ന് അർജുനെ ഇറക്കി വിട്ടാൽ അർജുൻ നേരെ ചെന്ന് അവന് ഇഷ്ടപ്പെട്ട ആ പെണ്ണിന്റെ കഴുത്തിൽ താലി കെട്ടിയാലോ? അങ്കിൾ എന്ത് ചെയ്യും എന്നിങ്ങനെ ചോദിക്കാണ്. അപ്പം അത് അവിടെയും ഒരു ചോദ്യമായി മാറി. എല്ലാവരും ആകെപ്പെട്ടു. എന്ത് ചെയ്യൂന്നറിയാതെ. സാധ്യത തള്ളിക്കളയാനായിട്ടാവില്ല. അങ്ങനെ സംഭവിച്ചാൽ പിന്നീട് ഒരിക്കലും കാവ്യമായിട്ടുള്ള അർജുന്റെ വിവാഹം നടത്താൻ അങ്കിളിന് സാധിക്കില്ല. അതുകൊണ്ട് ഇപ്പൊ അർജുന് കൂടുതൽ പ്രവോക്ക് ചെയ്യാതെ കാര്യങ്ങൾ നൈസായിട്ട് ഹാൻഡിൽ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ല ബുദ്ധി. അതെ, തൽക്കാലം അർജുനെ പുറത്താക്കാനോ വഴക്കിടാനോ ആരും ശ്രമിക്കരുതെന്ന് അർത്ഥം. അവന്റെ വഴിക്ക് വിട്ടിരിക്കുക. എന്തു പറയുന്നു എന്നിങ്ങനെ ചോദിച്ചു. അപ്പൊ കുറച്ചു നേരം രാഘവൻ ഉണ്ണി ഇങ്ങനെ ഒന്ന് ആലോചിച്ചു കേട്ടോ. അപ്പൊ എല്ലാവരും ഇങ്ങനെ മുഖത്തോട് മുഖം നോക്കാണ്. അങ്കിളെ, ഞാൻ പറഞ്ഞ എന്തെന്ന് വെച്ചാൽ അങ്കിളിന് മനസ്സിലായില്ലേ എന്ന് ചോദിച്ചു. അപ്പൊ വാടി, ഇവിടെ നിന്ന് എന്റെ ടെമ്പർ തെറ്റും എന്ന് പറഞ്ഞ് ഗോവിന്ദൻ രമ്യയും കൂട്ടിക്കൊണ്ട് അങ്ങ് പോയി. അങ്കിള് വേണം തീരുമാനിക്കാൻ അർജുനെ തള്ളണോ കൊള്ളണോ എന്ന്. എന്തു പറയുന്നു എന്ന് ചോദിച്ചു. അപ്പൊ കുറച്ചു നേരം ഒന്ന് നോക്കിയിട്ട് ഒന്നും മിണ്ടാതെ രാഘവൻ ഉണ്ണി അങ്ങ് കയറിപ്പോയി. അപ്പോൾ അതെ അങ്കിള് അത് സമ്മതിച്ചു. ബാക്കി എല്ലാം എല്ലാവർക്കും റിലാക്സ് ചെയ്യാം. അപ്പൊ അർജുൻ ബാക്കി വീട്ടിൽ വന്ന ശേഷം അപ്പൊ എല്ലാവരും ഇവിടെ ഒന്ന് നോക്കിയ ശേഷം എല്ലാവരും അവരവരുടെ റൂമിലേക്ക് പോയി. അപ്പം എങ്ങനെയെങ്കിലും അഞ്ജലി ഇവിടെ കയറിയാൽ തൻ്റെ കട്ടയും പടം മടങ്ങും എന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് അനുപമ ആകെ നിന്ന് വേർക്കുന്നത്. എന്താണെങ്കിലും എല്ലാവരും റിലാക്സ് ചെയ്യുമ്പോൾ വേണം അനുപമയ്ക്ക് അടുത്ത വർക്ക് പ്ലാൻ ചെയ്യാൻ. വെറും വർക്കൊന്നുമല്ല, നല്ല 1-ാം തരം പണി തന്നെ പ്ലാൻ ചെയ്യണം എന്ന് തീരുമാനിച്ച് അനുപമ. പിന്നെ കാണുന്നത് നമ്മുടെ മണ്ഡപത്തിലാണ്. അപ്പം എല്ലാവരും റെഡിയായി അവിടെ ഇരുന്ന് ഇങ്ങനെ ഓരോ ജ്യൂസൊക്കെ കുടിച്ചിങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ അതേണ്ട കുനിശ്ശേരിയൊക്കെ ചെന്നിട്ട് എന്നാ തിരുമേനി ഇനിയിപ്പോൾ നമുക്ക് ജടങ്ങൾ തുടങ്ങിയാലോ എന്ന് ചോദിച്ചു. ആയിക്കോട്ടെ. അപ്പോൾ അതെ വധൂവരന്മാരെല്ലാവരും മണ്ഡപത്തിലേക്ക് കടന്നു വരണം എന്ന് പറഞ്ഞ് ക്ഷണിച്ചു.
പുറകെ ഇരിക്കുന്നവരൊക്കെ മുന്നിലേക്ക് കയറിയിരിക്കണം പറഞ്ഞു. അപ്പോൾ എല്ലാവരും എഴുന്നേറ്റ് നേരെ അങ്ങോട്ടേക്ക് കയറി ചെല്ലുകയാണ്. ഇവന്മാരാണെങ്കിൽ ഇവരിവിടെ ഉണ്ടാവും, ഉറപ്പായിട്ട് വരും എന്ന് ഉറപ്പിച്ചിങ്ങനെ നിൽക്കുകയാണ്. അപ്പം അഞ്ജലിയും അർജുനോടി ഇതേണ്ട റെഡി ആയിട്ട് അവരവിടെ വന്നിങ്ങനെ നിൽക്കുകയാണ് കേട്ടോ, എന്ത് ചെയ്യും എന്നറിയാതെ. അപ്പോൾ രാജീവും ഇവരുടെ ഒരു റെഡിയായി വന്നപ്പോഴത്തേനും നോക്കുമ്പോൾ ഇവരുടെ മുന്നിലേക്കാ. രാജീവേ, നമ്മളിനി എന്ത് ചെയ്യും എന്ന് ചോദിച്ച അഞ്ജലി. ആകെപ്പെട്ടു ഇവര്, എന്താ ചെയ്യുക നമ്മളിനി, ഇനിയിപ്പോൾ എങ്ങനെയാ നമ്മളിവിടുന്ന് പുറത്ത് കിടക്കാം. അപ്പം ഇവരിങ്ങനെ നമ്മുടെ ബാക്കിയുള്ള സുന്ദരനൊക്കെ നോക്കുകയാണ് കേട്ടോ. ഹലോ, എന്താ നിങ്ങൾ അവിടെ തന്നെ നിന്ന് കളഞ്ഞത് എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പം വേഗം അവിടേക്ക് ചെന്നു. നിങ്ങൾ എന്താ ഇവിടെ നിൽക്കുന്നത്, നിങ്ങൾ എന്ത് പരിപാടിയാണ് കാണിക്കുന്നത്, ദേ അവിടെ എല്ലാവരും എത്തി, നിങ്ങൾ കൂടി അങ്ങോട്ടേക്ക് വന്നേ, വെറുതെ മനുഷ്യരെ ചീത്ത കേൾപ്പിക്കാനായിട്ട്, വാ ഇങ്ങോട്ട് എന്ന് പറഞ്ഞു. ഇവന്മാരുടെ മുന്നിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് വേറെ നിവർത്തിയില്ലാതെ അർജുനും അഞ്ജലിയും കൂടി ദേണ്ട ആ മണ്ഡപത്തിലേക്ക് കയറി ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇവന്മാരിങ്ങനെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മുഹൂർത്തം എടുക്കാറായി, ഇനിയിപ്പോൾ ചടങ്ങുകളൊക്കെ ആരംഭിക്കാം. ഓ ആയിക്കോട്ടെ തിരുമേനി എന്ന് പറഞ്ഞു. അപ്പോൾ ദേണ്ട ചടങ്ങുകളൊക്കെ ആരംഭിച്ചു. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, അറമ്പൂർ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച സമൂഹ വിവാഹ ചടങ്ങിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം എന്നൊക്കെ പറഞ്ഞാണ് അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നത്. ഈ പ്രത്യേക അവസരത്തിൽ നമ്മൾ ഓർക്കേണ്ട ഒരു വ്യക്തിത്വം നമ്മുടെ സ്ഥല MP കൂടിയായ വിശ്വംഭരക്കുറുപ്പി സാറിനെയാണ് എന്ന് പറഞ്ഞു. അപ്പോഴാണ് അർജുനും നമ്മുടെ അഞ്ജലിയും ആകെ വിഷമിച്ചത്. ഇനിയിപ്പോൾ അയാൾ ഇങ്ങോട്ട് വന്നാൽ പെട്ടു എന്നുള്ള കാര്യം ഉറപ്പല്ലേ. അപ്പം രണ്ടുപേരും പേടിച്ച് വിറച്ചിങ്ങനെ നിൽക്കുകയാണ്. അതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. നാളത്തെ വിശേഷം ഇതിലും ഗംഭീരമാണ്. അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറന്നുപോലെ. പുതുപുത്ത വിശേഷമായിട്ട് എത്താം. ബൈ ആൻഡ് സി യു.